Average cache memory access time is measured using the formula hit time plus miss rate into miss penalty. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ശരാശരി മെമ്മറി അഥവാ ആവറേജ് മെമ്മറി ആക്സസ് ടൈം ആണ് AMAT എന്ന് പറയുന്നത്, ആവറേജ് മെമ്മറി ആക്സസ് ടൈം. അത് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണിത്. AMAT അഥവാ ആവറേജ് മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുന്നത് ഹിറ്റ് ടൈം പ്ലസ് മിസ് റേറ്റ് ഇൻറ്റു മിസ് പെനാലിറ്റി. ഇത് ഓരോ വേർഡ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഹിറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു ക്യാഷെ മെമ്മറിയിൽ ഡാറ്റ ഉണ്ടോ എന്ന് പരിശോധിക്കുക, അതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സമയം. മിസ് റേറ്റ് എന്ന് പറയുന്നത് തിരയുന്ന ആ ഒരു ഡാറ്റ ക്യാഷെ മെമ്മറിയിൽ ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ മിസ് എന്ന് പറയുന്നത്. അപ്പം മൊത്തം ആക്സസുകളിൽ എത്ര ശതമാനം മിസ്സാകുന്നു എന്നൊരു നിരക്കാണ് മിസ് റേറ്റ് എന്ന് പറയുന്നത്, അതായത് 1 - ഹിറ്റ് റേറ്റ്. അപ്പോൾ മിസ് പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റ ക്യാഷയിൽ ഇല്ലാത്തൊരു പക്ഷെ അത് മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷയിലോട്ട് കൊണ്ടുവരാൻ എടുക്കുന്ന അധിക ടൈമിനെയാണ് മിസ് പെനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിസ്റ്റം ഒരു ഡാറ്റ തിരയുമ്പോൾ ആദ്യം ക്യാഷെ മെമ്മറിയിൽ നോക്കും. ഇതിനെപ്പോഴും ഒരു ഹിറ്റ് ടൈം ആവശ്യമാണ്. ഡാറ്റ അവിടെ ഉണ്ടെങ്കിൽ ഹിറ്റ് പെട്ടെന്ന് തന്നെ പ്രോസസ്സറിന് ലഭിക്കും. ഡാറ്റ അവിടെ ഇല്ലെങ്കിൽ മിസ്. ബാക്കി വരുന്ന സമയം സിസ്റ്റം മെയിൻ മെമ്മറിനെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് മിസ്സാകാനുള്ള സാധ്യത മിസ് റേറ്റ്, അതിനെടുക്കുന്ന അധിക സമയത്തെ മിസ് പെനാലിറ്റി തമ്മിൽ ഗുണിച്ച് ഹിറ്റ് ടൈമിനോട് കൂടെ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഇത് ഫോർമുല വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹിറ്റ് ടൈം ഇപ്പോൾ ഒരു 1 നാനോ സെക്കൻഡ്, മിസ് പെനാൽറ്റി ഒരു 20 നാനോ സെക്കൻഡ്, ഹിറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 0.95, അതായത് 95%. അപ്പോൾ AMAT എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാണാം. അപ്പോൾ AMAT എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ മിസ് റേറ്റ് കാണണം. 1 - 0.95 ചെയ്യാം. അപ്പോൾ മിസ് റേറ്റ് എന്ന് പറയുന്നത് 0.5 വരും. അപ്പോൾ AMAT എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? 1 + 1 എന്ന് പറയുന്നത് ഇൻറ്റു 0.05 ഇൻറ്റു 20. അപ്പോൾ 1 + 1 = 2 നാനോ സെക്കൻഡാണ് വരിക. ഓക്കെ, ഹിറ്റ്